കൽക്കി 2898 2898 AD വളരെ ബൃഹത്തായ ഒരു ബ്രഹ്മാണ്ഡ ചിത്രം. ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്ക് എല്ലാവർക്കും ആശംസകൾ. കഥയും സംവിധാനവും നിർവഹിച്ച നാഗ് അശ്വന് പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനങ്ങൾ. പക്ഷേ പ്രേക്ഷകരിലേക്ക് ഇതിൻ്റെ മഹത്തായ കഥാതന്തു എത്തിയിട്ടുണ്ടോ എന്ന് സംശയമാണ്. മഹാഭാരത യുദ്ധത്തിൻ്റെ അവസാനം പകയുടെയും വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും കോപത്തിൻ്റെയും പര്യായമായ അശ്വത്ഥാമാവ് ഉത്തരയുടെ ഗർഭത്തിലേക്ക് അയക്കുന്ന ബ്രഹ്മാണ്ഡം അസ്ത്രം, ആ അസ്ത്രത്തെ പുൽക്കൊടി കൊണ്ട് തൊടുക്കുന്നതും ഭൂമി നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി തിരികെ വിളിക്കുവാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് ഉത്തരയുടെ ഗർഭത്തിലുണ്ടാകുന്ന കുഞ്ഞ് ചാപിള്ളയായി മാറുകയും ചെയ്യുന്നു. തുടർന്ന് ഭഗവാൻ ശ്രീകൃഷ്ണനും അർജുനനും കൂടി നടത്തിയിട്ടുള്ള പല അവസരങ്ങൾ, അശ്വത്ഥാമാവിനെ ചിരഞ്ജീവിയായി പ്രഖ്യാപിച്ചിരിക്കുന്ന അശ്വത്ഥാമാവ് എല്ലാ ലോകങ്ങളിലും ചിരഞ്ജീവിയായി തന്നെ വാഴുന്ന കാലം. അങ്ങനെ ഭൂമി പരിപൂർണമായി നശിച്ചു പോകുമ്പോൾ മറ്റ് പുതിയ ജീവജാലങ്ങൾ പുൽകപ്പെടുന്ന പുതിയ ലോകം ഉണ്ടാകുന്നു. ആ ലോകത്തിൽ വ്യത്യസ്തമായിട്ടുള്ള ജീവജാലങ്ങൾ ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ ശാസ്ത്രവും ആധ്യാത്മികതയും തമ്മിലുള്ള കൂട്ടിമുട്ടലുകൾ, ശാസ്ത്രത്തിന് കണ്ടെത്താൻ കഴിയാത്ത പ്രപഞ്ചത്തിലെ ചില സത്യങ്ങൾ ആധ്യാത്മികതയ്ക്ക് ഉണ്ട് എന്ന് വിളിച്ചറിയിക്കുന്നതും ചിത്രത്തിൻ്റെ മഹത്തായ സന്ദേശമാണ്. അവസാനം ശാസ്ത്രം അമാനുഷ്യനായ ഒരു മനുഷ്യനെ സൃഷ്ടിക്കുവാൻ വേണ്ടി നടത്തുന്ന പ്രയത്നം, ആ സൃഷ്ടിയുടെ അവസാനം ചെന്നെത്തുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണനാണ് ആ സൃഷ്ടി എന്നുള്ളത് വളരെ വലിയ ഒരു സന്ദേശമാണ്. ഭാരതീയ സംസ്കാരത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഉദാത്തമായിട്ടുള്ള സന്ദേശത്തിൻ്റെ ഉറവിടവും ഉദാഹരണവുമായി ഈ ചിത്രത്തിലെ കഥാതന്തു മാറിക്കഴിഞ്ഞു. ഏറ്റവും അത്ഭുതമായ കഥാ അംശം എന്ന് പറയുന്നത് മഹാഭാരത യുദ്ധത്തിലെ പോരാളികളിൽ ഏറ്റവും ശക്തനായ അർജുനൻ, ഒരുപക്ഷേ അർജുനനേക്കാൾ വളരെ ധർമ്മിഷ്ഠനും ദാനശീലനുമായ കർണനെ നമുക്കറിയാം. അശ്വത്ഥാമാവിനെ നേരിടുന്ന അർജുനൻ പിന്നീട് പുതിയ അവതാരമായി പിറവിയെടുക്കുമ്പോൾ അർജുനനാണ് അവതരിക്കുന്നതെന്ന് അശ്വത്ഥാമാവ് പോലും വിചാരിക്കപ്പെടുന്നു. പക്ഷേ അശ്വത്ഥാമാവ് പിന്നീട് തിരിച്ചറിയുന്നു, ഗാണ്ഡീവം ധരിക്കുന്ന അർജുനല്ല അത്, കവചവും കുണ്ടലവും ധരിച്ചുകൊണ്ട് വന്നിരിക്കുന്ന കർണനാണ്, ധർമ്മിഷ്ഠതയുടെയും ദാനശീലത്തിൻ്റെയും ഉദാഹരണമായ കർണനാണ് പിറവിയെടുക്കുന്നതെന്നുള്ള മഹത്തായ കഥാതന്തു വളരെ വലിയ ഒരു സന്ദേശമാണ്. അതിന് കഥ എടുത്തിട്ടുള്ള, ഈ കഥ നിർമ്മിച്ചിട്ടുള്ള, തയ്യാറാക്കിയിട്ടുള്ള സംവിധായകൻ കൂടിയായ നാഗ് അശ്വിനെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. പക്ഷേ ഈ കഥാംശം പ്രേക്ഷകരിലേക്ക് പരിപൂർണമായി എത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ്. ഒരുപക്ഷെ ഈ ചിത്രം, ഇങ്ങനെ ഒരു ചിത്രം എടുക്കുമ്പോഴുണ്ടാകുന്ന ചില പോരായ്മകൾ ചിത്രത്തിൽ ഉണ്ട് എന്നുള്ളത് സ്വാഭാവികമാണ്. ആദ്യ പകുതി വളരെ വിരസമാണ്. ചിത്രത്തിന് രണ്ടാമത്തെ ഭാഗം ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടി ബോധപൂർവം ചില വലിച്ചിഴക്കലുകൾ ആദ്യ പകുതിയിൽ നടന്നിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നതിൽ തെറ്റില്ല. രണ്ടാം പകുതി മറ്റൊരു ചിത്രമായിട്ടാണ് മാറ്റപ്പെടുന്നത്. ശാസ്ത്രവും ആധ്യാത്മികതയും തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ ശാസ്ത്രത്തിന് കണ്ടെത്താൻ കഴിയാത്ത മഹത്തായ ചില ദർശനങ്ങൾ ആധ്യാത്മികതയിൽ ഉണ്ട് എന്നുള്ള സന്ദേശവും ചിത്രത്തിൽ വളരെ വലുതാണ്. ഭഗവാൻ ശ്രീകൃഷ്ണനും അർജുനനും അശ്വത്ഥാമാവും കർണനും കുന്തിദേവിയുമൊക്കെ പുതിയ കഥാപാത്രങ്ങളായി പുനർജനിക്കുന്നു. ആ പുനർജനിക്കുമ്പോഴും അവ മറ്റൊരു ലോകത്തായാലും വീണ്ടും 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 പുനർജനിക്കപ്പെടും എന്നുള്ള സന്ദേശവും വളരെ വലുതാണ്. ശാസ്ത്രത്തിന് കണ്ടെത്താൻ കഴിയാത്ത ഒരുപാട് സത്യങ്ങൾ, അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ബോംബുകളും പീരങ്കികളും അതുപോലെയുള്ള ഉപകരണങ്ങളെ മാറ്റി നിർത്തിയിട്ടുണ്ട്. ലേസർ രശ്മികളുടെ അടക്കമുള്ള വലിയ ഒരു യുദ്ധസന്നാഹം ഈ ലോകത്ത് ഉണ്ടാകുന്നു എന്ന് വിളിച്ചറിയിക്കുന്നു. അപ്പോഴും ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ധർമ്മനിഷ്ഠയും
കർണൻ്റെ ദാനശീലവും അശ്വത്ഥാമാവിൻ്റെ വിദ്വേഷവും വെറുപ്പും പകയും ഒക്കെ ലോകത്ത് നിലനിൽക്കുന്നു എന്നുള്ളതും ഈ ചിത്രത്തിലൂടെ വെളിവാക്കുന്നുണ്ട്. ചിത്രത്തിൽ ഗാനരംഗങ്ങൾ കൂടുതൽ ഉൾപ്പെടുത്താമായിരുന്നു. കഥാപാത്രങ്ങളെപ്പറ്റി പറയുമ്പോൾ അമിതാഭ് ബച്ചന് ഒരു ബിഗ് സല്യൂട്ട് കൊടുത്തേ മതിയാവൂ. ഇത്രയും അഭിനയ തികവോടുകൂടി ഇത്രയും മികവാർന്ന മുഹൂർത്തങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് അമിതാഭ് ബച്ചന് അഭിനയിക്കാൻ കഴിയുന്നു എന്നുള്ളത് എല്ലാ ഭാരതീയനും നമുക്ക് അഭിമാനിക്കാൻ കഴിയുന്നതാണ്. കമലഹാസനെ ചിത്രീകരിച്ചിട്ടുള്ള രംഗങ്ങൾ വളരെ മഹനീയമാണ്. VFX പരിപൂർണമായി പൂർണ്ണതയിലെത്തിയോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ്. ഈ ചിത്രത്തിൽ ഉപയോഗിക്കപ്പെട്ടിട്ടുള്ള സാങ്കേതിക വിദ്യകൾ ബോളിവുഡ് സിനിമകളിൽ ഉപയോഗിച്ചിട്ടുള്ളതാണെന്ന് പലപ്പോഴും നമുക്ക് തോന്നുന്ന രീതിയിൽ ഉള്ളതിനാൽ ചിത്രത്തിൻ്റെ ചില മേന്മ കുറയ്ക്കുന്നുണ്ട്. എന്തായാലും 600 കോടി രൂപ മുടക്കിയെടുത്ത ചിത്രം വൃഥാവിലല്ല. ഇതിൻ്റെ രണ്ടാം ഭാഗം കൂടുതൽ ഭംഗിയാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ചിത്രം എല്ലാവരും കാണണം. നമുക്ക് അഭിമാനിക്കാം. ഭാരതീയ സിനിമ, ഇന്ത്യൻ സിനിമ ബോളിവുഡിനേക്കാൾ മികച്ച പല രീതിയിലുമുള്ള മികച്ചതായിട്ടുള്ള ചിത്രങ്ങളായി വരുന്നു എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാം. ഈ ചിത്രത്തിൻ്റെ മുഴുവൻ അണിയറ പ്രവർത്തകർക്കും, പ്രഭാസ് അവതരിപ്പിച്ച കഥാപാത്രം അടക്കമുള്ള മുഴുവൻ അഭിനേതാക്കൾക്കും 1000 ആശംസകൾ, അഭിനന്ദനങ്ങൾ. ഒരിക്കൽ കൂടി 1000 ആശംസകൾ, അഭിനന്ദനങ്ങൾ. എല്ലാവരും ഈ ചിത്രം കാണണം, ചിത്രം ആസ്വദിക്കണം. അവസാനത്തെ അരമണിക്കൂർ പ്രേക്ഷക ലക്ഷങ്ങളെ വളരെ മറ്റൊരു ലോകത്തിലേക്ക്, അത്ഭുതത്തിൻ്റെയും സക്രിയതയുടെയും മറ്റൊരു ലോകത്തിലേക്ക് ചിത്രം നമ്മളെ കൊണ്ടുപോകും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല.